വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഐഷയെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയതായി കേസ് ഡയറി. ഐഷ കൊലപാതകത്തിന്റെ കേസ് ഡയറിയുടെ പകർപ്പ് ന്യൂസ് 18 ഇതാ പുറത്തുവിടുകയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ചിനോടാണ് കുറ്റസമ്മതമൊഴി. സ്വർണവും പണവും തിരിച്ചു ചോദിച്ചതിന്റെ പ്രതികാരമാണ് കൊലപാതകം. പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ ഐഷയുടേതുമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പള്ളിപ്പുറത്ത് വീടിന്റെ പരിസരത്ത് വെച്ചായിരുന്നു ഐഷയുടെ അവസാന ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചത്. ഈ വാർത്ത തുടക്കം മുതലേ പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. ഐഷ എന്നൊരാളെ കാണാനില്ല എന്ന് പോലീസിനെ ഓർമ്മിപ്പിച്ചത് പോലും ന്യൂസ് 18 ആണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കാരണം അത്രമാത്രം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് നമ്മളാണ്. നമ്മൾ തെളിച്ച വഴി അന്വേഷണ സംഘം പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഐഷ എന്നൊരാളെ കാണാനില്ല, അല്ലെങ്കിൽ ഐഷയെ കൊലപ്പെടുത്തിയെന്ന് റോസമ്മ എന്ന സ്ത്രീ നമ്മളോട് പറഞ്ഞത് മുതലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു പുനരന്വേഷണം പോലീസ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റസമ്മത മൊഴി പുറത്തു വന്നിരിക്കുന്നു. സ്വർണവും പണവും ചോദിച്ചതിലെ പ്രതികാരം വീട്ടിയതാണ് താൻ. ഐഷയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അത് എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. 2012 ഐഷയെ കാണാതാകുന്നത്. അതിനുശേഷം ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വളരെ വ്യക്തം. വിവരങ്ങൾ തീർച്ചയായിട്ടും ഭവ്യ, ഐഷ തിരോധാന കേസിന്റെ ഒരു വ്യക്തമായ ഒരു കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 18 ആണ് ഇത്തരത്തിൽ ഒരു സ്ത്രീ, ഐഷ എന്ന സ്ത്രീയുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. റോസമ്മ എന്ന സ്ത്രീയെ പുറത്തു കൊണ്ടുവന്നതോടുകൂടി, അതായത് സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായ റോസമ്മയെ പുറത്തു കൊണ്ടുവന്നതോടുകൂടിയാണ്, അവരുടെ വാക്കുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കേസ് തന്നെ റീഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അത് മറ്റൊരു തലത്തിൽ കഴിഞ്ഞ ദിവസം 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സെബാസ്റ്റ്യനെതിരെ കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതി 1 റിപ്പോർട്ട് നൽകിയതോടുകൂടി അത് മറ്റൊരു തലത്തിലേക്ക് ആ കേസ് മാറിയിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റസമ്മത മൊഴി സെബാസ്റ്റ്യന് ലഭ്യമായിട്ടുണ്ട് എന്ന് പോലീസ് ചേർത്തല CI ലൈസാദ് മുഹമ്മദ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ APP വിനോദ് M അടക്കമുള്ള ആളുകൾ വാദിച്ച വിവരത്തിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കേസ് ഡയറിയുടെ പകർപ്പാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതായത് സീരിയൽ കില്ലറായ സെബാസ്റ്റ്യന് ഐഷ തിരോധാനത്തിൽ കൃത്യമായ റോൾ ഉണ്ട് എന്നാണ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഐഷ കൊല്ലപ്പെട്ട തീയതി എന്നടക്കമുള്ള വിവരങ്ങൾ, വിശദമായ വിവരങ്ങൾ ഈ കേസ് ഡയറിക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. 2012 മെയ് 13 ഐഷ കാണാതാകുന്നത്. അന്ന് വൈകിട്ട് 4 മണിയോടുകൂടി, 4 മണിക്ക് ശേഷം, അതായത് 4 മണിയോട് ചേർന്ന് തന്നെ ഐഷ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസ് ഡയറിയിൽ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ ജൈനമ്മ തിരോധാന കേസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസായി ഏറ്റവും ഒടുവിൽ വരുന്നത്. കാരണം ഈ സ്ത്രീകളുടെ എല്ലാം തിരോധാനം നടന്നുവെങ്കിലും ജൈനമ്മ കൊലക്കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം പള്ളിപ്പുറത്തെ വീട്ടിലെത്തി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതോടെയാണ് വീണ്ടും കേസുകളൊക്കെ തന്നെ അന്വേഷണത്തിലേക്ക് വരികയും ബിന്ദു പത്മനാഭൻ ജൈനമ്മ കേസുകളിൽ സെബാസ്റ്റ്യൻ കൊലപാതകയാണ് എന്ന അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. റോസമ്മയെ പുറത്തേക്ക് കൊണ്ടുവന്ന റോസമ്മ, അതായത് ഐഷയുടെ സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായ റോസമ്മ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യൻ അവരെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ആ ഒരു തുറന്നു പറച്ചിലടക്കം പിന്നീട് ആ അൺഡിക്റ്റഡ് എന്നുള്ള കേസ് റീഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഐഷ കൊല്ലപ്പെട്ടത് പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് എന്ന ഈ കേസ് ഡയറിയിലൂടെ ഒരു സ്ഥിരീകരണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 2012 മെയ് 13 തന്നെ ഐഷ കൊല്ലപ്പെട്ടിരിക്കുന്നു. അന്ന് വൈകിട്ട് 4 മണിയോടെ നേരത്തെയുള്ള കൊലപാതകങ്ങൾ, ബിന്ദു പത്മനാഭന്റെയും ജൈനമ്മയുടെയും കൊലപാതകം നടന്ന പള്ളിപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. പക്ഷെ മൃതദേഹം എങ്ങനെ മറവു ചെയ്തു എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്
അന്വേഷണ സംഘം ഈ കേസ് ഡയറിയിൽ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, കൊലപാതകത്തിന്റെ ഉദ്ദേശം സ്വർണവും പണവും അപഹരിക്കൽ ആയിരുന്നു എന്ന് തന്നെയാണ്. നേരത്തെ നമ്മളുടെ മുന്നിൽ ഐഷയുടെ സുഹൃത്തായ സ്ത്രീ എത്തിയിരുന്നു. അവർ പറഞ്ഞത് 2 ലക്ഷം രൂപയും 1.5 പവൻ സ്വർണമാലയും ഐഷയുടെ സെബാസ്റ്റ്യൻ കൈക്കലാക്കിയിരുന്നു. ഇത് തിരികെ ചോദിച്ചതാണ് ഒരു വൈരാഗ്യത്തിലേക്ക് നയിക്കുകയും ഐഷയെ കൂടി കൊലപ്പെടുത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അയാൾ എത്തിയതെന്നുമാണ്. എന്തായാലും മറ്റ് കേസുകളിലേതുപോലെ തന്നെ ഐഷ കേസിലെയും കരുതി കൂട്ടിയുള്ള കൊലപാതകമാണ് എന്നുള്ള കാര്യങ്ങളാണ് കേസ് ഡയറിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് തീർച്ചയായും ശരണ്യ, നമുക്കറിയാം 2012 മെയ് 13 ഐഷയെ കാണാതാകുന്നത്. ബാങ്കിൽ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഐഷയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിന്റെ ഉത്തരം നമുക്ക് ഇപ്പോൾ പൂർണ്ണമായി ലഭിച്ചു എന്ന് ഉറപ്പിക്കാമല്ലേ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും. അതായത് സെബാസ്റ്റ്യൻ തന്നെയാണ് ഐഷയുടെ വീടിന് സമീപമുള്ള ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് കാറുമായി വന്ന് സെബാസ്റ്റ്യനാണ് ഐഷയെ കൂട്ടിക്കൊണ്ടുപോയത്. അതായത് കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു ഇത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സെബാസ്റ്റ്യൻ കാറുമായി എത്തി ഐഷയെ കൂട്ടിക്കൊണ്ടുപോയത്. സെബാസ്റ്റ്യന്റെ നിർദ്ദേശാനുസരണം തന്നെയാണ് ഐഷ അവിടേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഐഷയുടെ അവസാന ടവർ ലൊക്കേഷൻ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരമാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 4 മണിക്ക് ശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കേസുകൾ ബിന്ദു പത്മനാഭൻ അല്ലെങ്കിൽ മറ്റ് ജയനമ്മ കേസിൽ പിന്നെ എവിഡൻസ് കൃത്യമായി പോലീസിന് ക്രൈംബ്രാഞ്ചിനുണ്ട്. പക്ഷേ ബിന്ദു പത്മനാഭൻ കേസിലേതുപോലെയല്ല. ഇതിൽ കൃത്യമായ ഒരു സാക്ഷിമൊഴിയുണ്ട്. അതായത് ഐഷയെ ഈ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയ ദിവസത്തിന്റെ തലേ ദിവസം ഐഷയെ മർദ്ദിക്കുന്നത് കണ്ടു എന്ന സ്ത്രീയുടെ, അതായത് ഐഷയുടെ അടുത്ത സുഹൃത്തും അയൽവാസിയുമായ സ്ത്രീയുടെ കൃത്യമായ സാക്ഷിമൊഴി അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ കേസിൽ, അതായത് നമ്മൾ അവരെ ആ സ്ത്രീ അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ച് നമ്മളോട് വിശദീകരിച്ചിരുന്നു. അതിനുശേഷം അവരുടെ 164 അടക്കമുള്ള മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സ്ത്രീകളുടെ 164 രേഖപ്പെടുത്തിയിട്ടുണ്ട്. രഹസ്യമൊഴി പോലീസ് കോടതിയിൽ എത്തിച്ച് അവരുടെ രേഖപ്പെടുത്തി ചെയ്തു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടതായി ആ മൊഴികളിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തലേദിവസം സ്വർണവും പണവും ആവശ്യപ്പെട്ട ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നതിന് സാക്ഷിയാണ് താനെന്നും ഐഷ പണം ചോദിച്ചതോടെ സെബാസ്റ്റ്യൻ ഐഷയുടെ മുഖത്തടിച്ചു, മുഖം മുറിഞ്ഞ് രക്തം വന്നു എന്നടക്കമുള്ള നിർണായകമായ വിവരങ്ങൾ അവർ നമ്മളോട് പങ്കുവച്ചിരുന്നു. അതേ സാക്ഷിമൊഴി തന്നെയാണ് കോടതിയിലേക്കും എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ന്യൂസ് 8 അവരെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് പോലീസ് അവരുടെ രഹസ്യമൊഴി കോടതിയിൽ എത്തിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നത് റോസമ്മ അടക്കമുള്ള ആളുകൾക്ക്, കാരണം ഐഷ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യനുമായി വീണ്ടും ബന്ധം പുലർത്തിയിരുന്ന ആളാണ് റോസമ്മ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് എന്താണ് ബന്ധം എന്നുള്ളതാണ്. പക്ഷേ നിലവിലത്തെ കേസിനകത്ത് ഇപ്പോൾ ഇന്നലെ കസ്റ്റഡിയിലേക്ക് സെബാസ്റ്റ്യനെ ചേർത്തല പോലീസിൽ കിട്ടിയിട്ടുണ്ട്. ചേർത്തല സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേർത്തല സിഐ ഐസാദ് മുഹമ്മദ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. മറ്റ് കേസുകളെല്ലാം ക്രൈംബ്രാഞ്ചാണ്. ഈ ഐഷ കേസ് നോക്കുന്നത് ചേർത്തല പോലീസ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് അവർ ചോദ്യം ചെയ്യുമ്പോഴും ഇയാൾ ഇപ്പോഴും ആ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. അതായത് ഇത്രയധികം സാക്ഷിമൊഴികളും കാര്യങ്ങളുമുണ്ട്. അയാൾ ക്രൈംബ്രാഞ്ചിനോട് കുറ്റസമ്മത മൊഴി നടത്തിയിട്ടുണ്ട്. പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ തനിക്ക് ഐഷയെ അറിയേയില്ല എന്നുള്ള നിലപാടിൽ അയാൾ നിൽക്കുന്നു എന്നുള്ളതാണ്. താൻ ഐഷയെ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള നിലപാടിലേക്ക് സെബാസ്റ്റ്യൻ അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഓരോ ഘട്ടത്തിലും അയാൾ പറയുന്ന കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ സെബാസ്റ്റ്യനും ഐഷയും തമ്മിലുള്ള അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് 4ഓളം പേർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യൻ ഐഷയെ മർദ്ദിക്കുന്നു കണ്ടു എന്നുള്ള ഡയറക്റ്റ് ഐ വിറ്റ്നസ് ആ കേസിനകത്ത് ഉണ്ട്. ഇവരെല്ലാവരും മൊഴി നൽകുമ്പോഴും സെബാസ്റ്റ്യൻ താൻ ഐഷയെ കണ്ടിട്ടേ ഇല്ല എന്നുള്ള നിലപാട് ഇന്നലെയും പോലീസിനോട് ആവർത്തിച്ചു എന്നുള്ളതാണ്. അയാൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പരമാവധി അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ സെബാസ്റ്റ്യൻ മറ്റ് കേസുകളിലേതുപോലെ തന്നെ ഇവിടെയും അന്വേഷണ സംഘത്തിന് മുന്നിൽ അത്തരം വിവരങ്ങളൊക്കെ ഉയർന്നുണ്ട്. പക്ഷേ എല്ലാം സെബാസ്റ്റ്യനെതിരാണ്. ഇപ്പോൾ ഇതാ പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട കുറ്റസമ്മത മൊഴി വന്നിരിക്കുന്നു. അപ്പോൾ ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഐഷയെ കൊലപ്പെടുത്തിയത് എന്നതാണ്. ഈ മൃതദേഹ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഐഷയുടെ മൃതദേഹാവശിഷ്ടം കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് കൂട്ടിയിട്ട് കത്തിച്ചതായിരിക്കാമോ? അതിന്റെ സാധ്യത അത് എത്രമാത്രമുണ്ട്? എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് ശരണ്യ?
ഭവ്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസ് ഡയറിക്കകത്ത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഐഷ തിരോധാനത്തിന് ശേഷം ജൈനമ്മ തിരോധാനത്തിനുമായി ബന്ധപ്പെട്ടാണല്ലോ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് ജൂലൈയിൽ പോലെ കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം എത്തുകയും ഷബാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ തെക്ക് ഭാഗത്തായി ഒരു ചെറിയ കുഴിയിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ എല്ലുകളാണ് കണ്ടെത്തിയിരുന്നത്. അപ്പോൾ അന്ന് ഉള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത് ജൈനമ്മയുടേതാകാം. ജൈനമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ഇത് 8 മാസത്തിന് ശേഷമാണല്ലോ അന്വേഷണ സംഘം എത്തുന്നത്. കാരണം അവർ മിസ്സിംഗ് ആവുന്ന ഡിസംബറിലായിരുന്നു. അതായിരിക്കും എന്നുള്ള കണക്കൂട്ടിലാണ്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ ഒരു പല്ലിന്റെ ഭാഗം